സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്കയും കുട്ടി ദേവനാരായണൻ വീട്ടിലെത്തിയത് കാണുമ്പോൾ യശോദയും മുത്തശ്ശിയും രാധികയ്ക്ക് എന്താ കാര്യം എന്ന് അന്വേഷിക്കുകയാണ്. അന്നേരം ദേവൻ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. പ്രിയങ്ക ഇന്നലെ പാതിരാത്രി തന്നെ അവിടുന്ന് സ്ഥലം വിടാൻ ശ്രമിച്ചു. അതും അവർ കൊടുത്ത സ്വർണവും ആഭരണങ്ങളും ഒക്കെ ആയിട്ട്. അവരിപ്പോൾ ഇവൾക്കിട്ടിരിക്കുന്ന വിശേഷം എന്താണെന്നറിയോ? പെരും കള്ളിയെന്നും. അവരുടെ മുമ്പിൽ നിന്ന് ഞാനങ്ങ് നാണം കെട്ട് ഇല്ലാണ്ടായി. എല്ലാത്തിനും കാരണം നമ്മുടെ ഈ പുന്നാര മോള് തന്നെയാണ്. അല്ല, അമ്മക്കൊന്നും പറയാനില്ലേ പുന്നാര പേരക്കുട്ടിയോട്? ഈ സമയം മുത്തശ്ശി പ്രിയങ്കയോട് ചോദിക്കണേ, പ്രിയങ്ക മോളെ എന്തായി കേൾക്കുന്നതൊക്കെ? ഈ സമയം പ്രിയങ്കയാണെങ്കിൽ മറുപടിയൊന്നും പറയാതെ അകത്തേക്ക് പോകുവാണ്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് സൂര്യ വരനെ കാണാനില്ല എന്നുള്ള വിവരമൊക്കെ അറിയുവാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നിട്ട് സൂര്യ ചോദിക്കുക, വരനെ കാണാനില്ലെന്നറിഞ്ഞിട്ട് എന്താ ആരും അത് എന്നോടൊന്ന് പറയാതിരുന്നത്? അന്നേരം മുത്തശ്ശി പറയണേ, മോനെ നീ അറിഞ്ഞാൽ കൂടുതൽ വിഷമിക്കുമല്ലോ, അതുകൊണ്ടാണ് നിന്നെ വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ നിന്നോട് ഈ കാര്യം പറയാതിരുന്നത്. അന്നേരം സൂര്യ സങ്കടത്തോടെ പറയണേ, ഇത്രയും നാളും ഞാൻ കരുതിയത് കൽപ്പന മാത്രം എന്നെ അവഗണിക്കുന്നതെന്നാ. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി ഈ വീട്ടിലെ എല്ലാവരും എന്നെ അവഗണിക്കുകയാണെന്ന്. അല്ലെങ്കിലും വീൽ ചെയറിലിരിക്കുന്ന ഞാൻ ഈ ഒരു വാർത്ത അറിയുമ്പോൾ എന്ത് ചെയ്യാനാ അല്ലേ മുത്തശ്ശി? അന്നേരം മുത്തശ്ശിക്ക് സങ്കടമാകുക. മോനെ അങ്ങനെയൊന്നും ഞാൻ ഓർത്തില്ല മോനെ. വരുണിൻ്റെ കാര്യം അറിഞ്ഞ് ഞാൻ തന്നെ ഇവിടെ തളർന്നിരിക്കുകയാണ്. നിന്നെ കൂടി വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി നിൻ്റെ അമ്മയെ പോലും ഈ വിവരമൊന്നും അറിയിച്ചിട്ടില്ലായിരുന്നു. നീ വിഷമിക്കേണ്ട, വരുണിനെ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ളതെല്ലാം ചെറിയച്ഛൻ ചെയ്തിട്ടുണ്ട്. വരുണിനെ ഉടനെ തന്നെ കണ്ടുപിടിക്കും. അവൻ്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അതിൻ്റെ വിഷമത്തിലാണ് എൻ്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ ഇരിക്കുകയാണ് മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് വരുണിന് വേണ്ടി അമ്പലത്തിൽ നേർച്ചയും വഴിപാടുമൊക്കെ നടത്തുന്ന രാധികനെയാണ്. അതിനുശേഷം സർപ്പക്കാവ് വഴി രാധിക തിരിച്ചിറങ്ങി വരുമ്പോഴായിരിക്കും കേട്ടോ അവിടെ ഒരാൾ കിടക്കുന്നത് കാണുന്നത്. അത് മറ്റാരുമല്ല, വരുൺ തന്നെയായിരിക്കും അവിടെ കിടക്കുന്നത്. അങ്ങനെ രാധിക അവിടെ കിടക്കുന്ന ബോധമില്ലാതെ കിടക്കുന്ന വരുണിനെ കണ്ട് ഷോക്കാകുവാണ്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. കളർക്കരയിൽ നിന്നും വരുണിനെ ശ്യാമ രക്ഷിച്ചതാണ്. പിന്നെ എങ്ങനെയാണ് വരുൺ ഇവിടെ എത്തിയത്? അപ്പോൾ ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്